മുംബൈയിലെ ബൈക്കുളയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ വിഷഗുളികകൾ വിതരണം ചെയ്ത യുവാവ് അറസ്റ്റിലായി. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന 15,000 പേരെ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് പ്രതിയായ ഫയാസ് പ്രേംജി പോലീസിന് മൊഴി നൽകി. 3 വനിതാ വോളണ്ടിയർമാരുടെ സമയോചിതമായ ഇടപെടലാണ് മുംബൈയെ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. റോഡിലെ റഹ്മദാബാദ് സെമിത്തേരിക്ക് സമീപം നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവമുണ്ടായത്. വേദനാ സംഹാരികളാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ആളുകൾക്ക് ഗുളികകൾ നൽകിയത്. ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയ 3 വനിതാ വോളണ്ടിയർമാരുടെ സംശയമാണ് ഇയാളെ കുടുക്കാൻ സഹായിച്ചത്. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഇവർ ഈ ക്യാപ്സൂളുകൾ പരിശോധിക്കുകയും അതിന്റെ ഉള്ളിൽ നിന്നും പൊടി രൂപത്തിലുള്ള ഒരു പദാർത്ഥം കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും ഈ ഗുളികകൾ കഴിക്കരുതെന്ന് ഉച്ചഭാഷണിയിലൂടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതിനോടകം ഈ ഗുളിക കഴിച്ച 11 പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിൽ ഒരാളൊഴികെ മറ്റുള്ളവരെല്ലാം അപകടനില തരണം ചെയ്തതായും പോലീസ് പറയുന്നു. ഗുളിക കഴിച്ചതിന് പിന്നാലെ കഠിനമായ വയറുവേദനയും ഛർദിയുമാണ് ഇവർക്കെല്ലാം അനുഭവപ്പെട്ടത്. ഇതിൽ സൽമാൻ സയ്യിദ് എന്നയാളുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ പക്കൽ നിന്ന് 14,900 ഗുളികകളാണ് പോലീസ് പിടിച്ചെടുത്തത്. കൂടാതെ 30,000 ഒഴിഞ്ഞ ക്യാപ്സൂളുകൾക്കും 50 കിലോ ഫോസ്ഫറസിനും ഇയാൾ ഓർഡർ നൽകിയിരുന്നതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ജയന്ത് മീന അറിയിച്ചു. ക്യാപ്സൂളിനുള്ളിൽ വിഷവസ്തുക്കൾ നിറച്ചാണ് പ്രതി വിഷഗുളികൾ വിതരണം ചെയ്തിരുന്നത്. BBA ബിരുദധാരിയായ ഇയാൾക്ക് എന്തെങ്കിലും മരുന്ന് നിർമ്മിക്കാനോ വിതരണം ചെയ്യാനോ യാതൊരു ലൈസൻസും ഇല്ലെന്നും പോലീസ് കണ്ടെത്തി. എലിവിഷത്തിൽ അടങ്ങിയിരിക്കുന്ന അതീവ അപകടകാരിയായ സിങ്ക് ഫോസ്ഫറസ് എന്ന രാസവസ്തുവാണ് ഈ ഗുളികകൾ അടങ്ങിയിരുന്നതെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഇത് വയറ്റിലെ ആസിഡുമായി കലരുമ്പോൾ ഫോസ്ഫിൻ വാതകം ഉണ്ടാകുകയും അത് ഹൃദയം, ശ്വാസകോശം, വൃക്ക തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ഈ പ്രതിക്ക് ഭീകരവാദികളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 123 പ്രകാരം കേസെടുത്തു. കോടതി പ്രതിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. റഹ്മദാബാദ് ശ്മശാനത്തിന് സമീപം നടന്ന ആഷുറ ഘോഷയാത്രയ്ക്കിടെയാണ് പ്രതി ആസൂത്രിതമായി ഗുളികകൾ വിതരണം ചെയ്തത്. ഘോഷയാത്രയിലെ വലിയ ജനത്തിരക്ക് മുതലെടുത്ത് ഇത് വേദനാ സംഹാരികളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളും ആണെന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ആളുകൾക്ക് ഇത് നൽകിയത്. പൂനെയിലെ വിമൻ നഗറിൽ താമസിക്കുന്ന ഫയാസ് പ്രേംജി BBA ബിരുദധാരിയും പെയിന്റ് ബിസിനസ് നടത്തുന്ന ആളുമാണ്. 15 ദിവസം മുമ്പ് മുംബൈയിലെ ഡോങ്കരിയിൽ ഒരു ഡോർമെട്രിയിലാണ് ഇയാൾ വാടകയ്ക്ക് താമസം തുടങ്ങിയെന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ ഫയാസ് പ്രേംജിക്ക് അന്താരാഷ്ട്ര തലത്തിൽ സംശയകരമായ ചില വിദേശ പശ്ചാത്തലം ഉണ്ടെന്ന് മുംബൈ പോലീസ് നൽകുന്ന സൂചനയിൽ പറയുന്നു. ഇയാൾ മുൻപ് ഇറാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളതായി പാസ്പോർട്ട് രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. 2019-നും 2025-നും ഇടയിൽ ഫയാസ് പ്രേംജി പലതവണ ഇറാനിലേക്കും ഇറാഖിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 19 തവണ ഈ 2 രാജ്യങ്ങളിലേക്കുമായി യാത്ര ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ അമ്മയും സഹോദരിയും ഇറാനിലാണ് ഉള്ളത്. ഇത്രയും വലിയൊരു കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഏതെങ്കിലും നിരോധിത ഭീകരവാദ സംഘടനകളുടെ ബന്ധമോ അന്താരാഷ്ട്ര ഗൂഢാലോചനയോ ഉണ്ടോ എന്ന കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയാണ്. ഇയാൾ നൽകിയ ഗുളികയിൽ വിഷാംശമുള്ള കാര്യം ആ വനിതാ വളണ്ടിയർമാർക്ക് കണ്ടെത്താനായില്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ മരിച്ചു വീഴുമായിരുന്നു. അത്രയും ആളുകളുടെ മരണത്തിന് മാത്രമായിരിക്കില്ല സംഭവം ഒതുങ്ങി നിൽക്കുന്നത്. മുഹറം ഘോഷയാത്രയ്ക്കിടെ നടത്തിയ കൂട്ടക്കൊലപാതകമെന്ന നിലയിൽ അത് വലിയൊരു വർഗീയ കലാപത്തിലേക്ക് വരെ വഴിതെളിയിക്കുമായിരുന്നു. വോളണ്ടിയർമാരുടെ തക്ക സമയത്തെ ഇടപെടൽ കാരണം ഒഴിഞ്ഞുപോയത് വലിയൊരു കലാപം കൂടിയാണ്.